ഇന്ന് നമുക്കൊരു അടിപൊളി ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കിയാലോ. നല്ല ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. എസ്പെഷ്യലി വെജിറ്റേറിയൻസിന് പെട്ടെന്ന് ഉണ്ടാക്കാം. വീട്ടിലുണ്ടാകുന്ന ഒന്നോ രണ്ടോ ചേരുവകൾ തന്നെ ധാരാളമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ 2 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്, തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി 2 വലുതല്ല എന്നുണ്ടെങ്കിൽ 3 എടുക്കണം കേട്ടോ. പിന്നെ ഇതൊരു 2 സവാള മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 3-4 അല്ലി വെളുത്തുള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ, ഇഞ്ചി എടുക്കുന്നില്ല. പിന്നെ 2-3 പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ വളരെ കുറച്ച് മല്ലിയില, അത് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില എടുക്കാം. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പം 1 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഷ്ടത്തിനനുസരിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/8 ടീസ്പൂൺ, അതായത് ഒരു പിഞ്ചൊക്കെ ഇട്ടാൽ മതി, കായം, ഒരു പിഞ്ച് ഉലുവയും, ഇത് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂടിപ്പോകരുത് രണ്ടിൻ്റെയും ടേസ്റ്റ്. പിന്നെ രണ്ടും കൂടെ നന്നായിട്ട് ഓയിലിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് വഴറ്റി നല്ലൊരു മണം വരുമ്പം സവോളയും കൂടി ഇട്ട് കൊടുക്കണം. സവോള ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് ബ്രൗൺ ഒന്നും ആവണ്ട, നല്ല സോഫ്റ്റായിട്ട് വന്നാൽ മതി കേട്ടോ സവോള. അതുവരെ ഒന്ന് വഴറ്റണം. എനിക്ക് പൊതുവെ വഴറ്റാൻ മടിയുള്ളതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങ് അടച്ചു വെക്കും. അടച്ചു വെച്ച് വേണമെങ്കിൽ ഒത്തിരി വെള്ളം കൂടെ തെളിച്ച് കൊടുത്താൽ പെട്ടെന്ന് അത് വാടി കിട്ടും കേട്ടോ. ഞാനിങ്ങനെ ചെയ്യാറുള്ളൂ. എനിക്ക് ഇളക്കാനൊക്കെ കുറേ നേരം മടിയാണേ. അപ്പോൾ അങ്ങനെ ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് വാടിയിട്ടുണ്ട് കണ്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഞാൻ കശ്മീരി മുളകാണ് എടുത്തത്, അതൊരു 2 ടീസ്പൂൺ 2 ടീസ്പൂണോ 2.5 ടീസ്പൂണോ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് ഗരം മസാല വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനത് ഇടുന്നില്ല. പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കുന്നു. തക്കാളി ഇനി അധികം ഇട്ട് ഇളക്കിയത് ഉടക്കരുത്, ഷേപ്പ് മാറ്റാതെ നോക്കണം. ഇനി അതിലേക്ക് 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടൊമാറ്റോ സോസ് ഇഷ്ടമുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇടാം, അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയും അത് വേവാനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് വെക്കണം. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറാനായിട്ട് ചൂടുവെള്ളം, ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ച് വെക്കണം. ടൊമാറ്റോയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് അങ്ങ് ഉടഞ്ഞ് അലിഞ്ഞു പോകരുത് ടൊമാറ്റോ. അപ്പം ഒരു 2 മിനിറ്റ് കൂടെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അടച്ച് വെച്ചു. തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട് കണ്ടോ. ടൊമാറ്റോ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു ടൊമാറ്റോ കൂടെ ഒക്കെ എക്സ്ട്രാ ഇടാം കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ 2-3 പേർക്ക് കഴിക്കാനുള്ള അളവിനാണ്. ഇനിയിപ്പോൾ ഇത് ആയി കഴിഞ്ഞു. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇടുന്നുണ്ട്. പെരുംജീരകം ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നല്ല ഫ്ലേവറായിരുന്നു കറിക്കാകെ. അപ്പോൾ അതാ നമ്മുടെ കറി ഇനി വീണ്ടും അടച്ച് വെച്ചു. ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഇതാ നമ്മുടെ അടിപൊളി ടൊമാറ്റോ ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.